അണയുന്നിതാനിൻ കിരണങ്ങളെ അനുഗ്രഹിക്കൂ നീ ഞങ്ങളെ. ഈശോയുടെ പരസ്യജീവിതത്തിന്റെ അവസാനത്തില് ഈ ലോകത്തിന് മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെ ഇന്നവരെ ജനിച്ചതും ഇനി ജനിക്കാനുള്ളതുമായ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവരി മലയില് അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി ഈശോ ചമ്മട്ടേരി ഏൽക്കപ്പെട്ടു, ശിരസില് മുൾമുടി ധരിക്കപ്പെട്ടു. ഈശോ ഭാരമേറിയ കുരിശിൽ ചുമന്നുകൊണ്ട് ഗാൾട്ടാവലിലേക്ക് പോയി അവിടുന്ന് നഗ്നനാക്കപ്പെട്ടു. ഈശോ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മലക്കുരിശില് 3 ആളുകളിൽ മേൽ തൂങ്ങപ്പെട്ട് അവസാനത്തോടെ ചോരയും ചിന്തി അവിടുന്ന് കുരിശിൽ കിടന്ന് കുടിഞ്ഞ് മരിച്ചപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമാണ് ഈശോ തന്റെ കാൽവരി യാഗത്തിലൂടെ ഈശോ നേടിയെടുത്തത്. സകല മനുഷ്യരുടെയും പാപമോചനം, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും സകല മനുഷ്യർക്കുമുള്ള മോചനമാണ് ഈശോ തന്റെ കാൽവരി ബലിയിലൂടെ നേടിയെടുത്തത്. സഹോദരങ്ങളെ, യേശു നേടിത്തന്ന ഈ രക്ഷ അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ഈ രക്ഷ നേടിയെടുത്തത്. യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ അന്നത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാൻ യേശുവിനെ നോക്കി പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സഹോദരങ്ങളെ, യേശുവിന്റെ ജനനം അത് സകല മനുഷ്യർക്കും രക്ഷകനായിട്ടാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ശരണപ്പെടുന്നു.